അടുത്തതായി ഈ ചടങ്ങിന് ആശംസ നേരുന്ന ചടങ്ങാണ്. ആദ്യമായി സൂര്യകവി ഡോക്ടർ ജയദേവൻ സാറിനെ വിളിക്കുന്നു. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ സൂര്യനെക്കുറിച്ച് 4000-ലധികം, ഏകദേശം 5000-ഓളം അടുത്തെന്ന് തോന്നുന്നു, അത്രയും കവിതകൾ രചിച്ച് പ്രശസ്തി ആർജിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിനെ ആശംസയ്ക്ക് ക്ഷണിക്കുന്നു. പുരസ്കാര ജേതാക്കളുടെ പങ്കാളിത്തം കൊണ്ട് ധന്യമായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഭാരതസേവ സമാജിൻ്റെ ദേശീയ ചെയർമാൻ ഡോക്ടർ ബാലേന്ദ്ര സാർ, BSSൻ്റെ മറ്റു പ്രവർത്തകരെ, ഇവിടെ പങ്കെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രായഭേദമില്ലാതെ വർഗവർണ്ണ വ്യത്യാസമില്ലാതെ പ്രവർത്തന മികവ് മാത്രം പരിഗണിച്ച് ഭാരതസേവ സമാജ് ദേശീയ പുരസ്കാരം നൽകുമ്പോൾ ആരാധ്യനായ ഡോക്ടർ BS ബാലേന്ദ്ര സാറിൽ നിന്ന് ആ പുരസ്കാരം സ്വീകരിക്കുമ്പോൾ ലഭിക്കുന്ന ഊർജം നിങ്ങളുടെ വരുംകാല പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ നേരുന്ന ശ്രീമതി ജസിന്ത മോറിസിനെ ക്ഷണിക്കുന്നു. ജസിന്ത മോറിസ് മാഡത്തെ പറ്റി പറയുമ്പോൾ 37 വർഷമായി ഏജീസ് ഓഫീസിൽ കണക്കുകളുടെ ലോകത്തായിരുന്നു. എന്നാൽ ആ കൂട്ടത്തിൽ തന്നെ ധാരാളം കലാരംഗത്ത് സാഹിത്യം, എഴുത്ത്, വായന, നാടകം, അഭിനയം എന്ന് വേണ്ട എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ്. മാഡത്തിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട ബാലേന്ദ്രൻ സർ, BSS ഭാരവാഹികളെ, അവാർഡ് ജേതാക്കളെ, മറ്റു സുഹൃത്തുക്കളെ, വളരെ വിലപ്പെട്ട 2 നിമിഷമാണ് ഞാൻ എടുക്കുന്ന കാര്യം. അവാർഡ് സ്വീകരിക്കാനിരിക്കുന്ന ആൾക്കാർ, ഞാൻ ഏജീസ് ഓഫീസിൽ 37 ഇയേഴ്സ് സർവീസിൻ്റെ ഇടയിൽ 20 ബുക്ക് എഴുതാൻ കഴിഞ്ഞു, 3 ഭാഷകളിലായി. നിരവധി പുരസ്കാരങ്ങൾ നേടി. മാത്രമല്ല കഥ, തിരക്കഥ, സംഭാഷണ സംവിധാനം ഒക്കെ ചെയ്ത് ഷോർട്ട് ഫിലിംസും ആൽബംസും പാട്ട് എഴുതിയ ആൽബംസും, ഇതുകൂടാതെ കുറേ ഫാഷൻ ഷോസിൽ മോഡലായിട്ടും അങ്ങനെ എന്തൊക്കെ ചെയ്യാവുമോ അതെല്ലാം ചെയ്തു. അങ്ങനെ വീട് നിറയെ പുരസ്കാരങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് അതുകൊണ്ട് തീർന്നു ജീവിതം. എന്നേക്കാൾ കഴിവുള്ളവരും അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നവരും അറിയപ്പെടാതെ പോകുന്ന ആ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവരുടെ പേര് ഇവിടെ ശുപാർശ ചെയ്ത് അവർക്ക് അവാർഡ് ലഭിക്കുന്നത് കണ്ട് ആനന്ദിക്കുന്ന വ്യക്തിയായി മാറി ഞാൻ. അങ്ങനെ 3 വർഷം മുൻപേ എനിക്ക് ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഭാരത് സേവക് സമാജിൻ്റെ. ഇത് വളരെ മഹനീയമായ പുരസ്കാരം. നാഷണൽ ഡെവലപ്മെൻറ്റ് ഏജൻസി എസ്റ്റാബ്ലിഷ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പുരസ്കാരം കഴിവുള്ള പലർക്കും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരുടെയും പേര് ശുപാർശ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇവിടെ വന്ന് അവാർഡ് സ്വീകരിക്കാനിരിക്കുന്ന നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും പേര് ഇവിടെ റെക്കമെൻഡ് ചെയ്യണം. അവർക്കും പുരസ്കാരം കേട്ടെ. അങ്ങനെ ഈ പ്രഭ ലോകം മുഴുവനും പടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. അടുത്തതായി ശ്രീമതി സുനിത ശശി, വള്ളത്തോൾ വിദ്യാപീഠത്തിൻ്റെ നൃത്തവിഭാഗം മേധാവിയാണ്. 35 വർഷമായി നൃത്തരംഗത്ത് സേവനമനുഷ്ഠിക്കുന്നു. കേരള കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം കോഴ്സിൻ്റെ ചുമതല ഏറ്റെടുത്ത് നടത്തുന്ന വ്യക്തി കൂടിയാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും സഭയിലിരിക്കുന്ന പ്രമുഖ വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. ഇങ്ങനെ ഒരു വേദിയിൽ സന്തോഷം അറിയിക്കാൻ എനിക്ക് ഒരു ചെറിയ സമയം തന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ അവാർഡ് വാങ്ങിക്കുന്നത്, അവർ പറഞ്ഞ പോലെ ഈ അവാർഡ് വാങ്ങിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. അവിടെ ഇരിക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് വ്യക്തികൾക്ക്, നമ്മൾ അറിയപ്പെടാതിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ, ഈ ഒരു അവാർഡ് എന്താണെന്ന് അറിയാതിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. നന്നായിട്ട് പല സേവനങ്ങളും ചെയ്തിട്ട് ഇരിക്കുന്ന വ്യക്തികൾക്ക് ഇത് എത്തിച്ചേരട്ടെ. അതിന് ഈ ഭാരവാഹികൾ ഇത്രയും നല്ലൊരു സംഭവം നടത്തുന്ന ഒരുപാട് അറിയാതെ കിടക്കുന്നുണ്ട്. അവരെല്ലാവരും ഈ സഭയിൽ വരട്ടെ, എല്ലാവർക്കും ഈ അവാർഡ് എത്തിച്ചേരട്ടെ എന്ന് എല്ലാവരോടും. അടുത്തത് ശ്രീമതി രശ്മി R. ഊറ്ററ, കവയിത്രിയാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, അഭിനേത്രിയാണ്, ഡിവൈൻ ആർട്ട് കലാസാഹിത്യ ജീവകാരുണ്യ സമിതിയുടെ പ്രസിഡന്റാണ്. ബഹുമാനീയനായ ബാലചന്ദ്രൻ സർ, ജയ മേഡം, സിന്ധു ചേച്ചി, വിനയൻ ചേട്ടൻ, മറ്റു ബഹുമാനീയരെ, നാം ഒരു പുരസ്കാരം ലഭിക്കുക എന്നത് ഏതൊരു വ്യക്തിത്വത്തിനും ബഹുമാന്യം അർഹിക്കുന്ന ഒന്നാണ്. പക്ഷേ ദേശീയ പുരസ്കാരം നേടുക എന്നത് അതിനേക്കാൾ ഏറെ ബഹുമാന്യം അർഹിക്കുന്ന ഒന്നാണ്. 1.5 വർഷം മുമ്പ് എനിക്ക് ലഭിച്ചു. അതിനുശേഷം എല്ലാ വർഷവും എന്നിലൂടെ നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട്.
എന്നാലും ജീവകാരുണ്യ ഡിവൈൻ ആർട്ട് എന്ന സംഘടനയുടെ ജീവകാരുണ്യ മേഖലയിലാണ് ഞങ്ങൾ ഏറെ പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ അർഹമായ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ ഇടുവ ബഡ് സ്കൂൾ, പെരിങ്ങമല ബാലരാമപുരത്തിനടുത്ത് ഒരു ബഡ് സ്കൂളുണ്ട്. അവിടെ നിരവധി കുഞ്ഞുങ്ങളെന്ന് പറയാൻ പറ്റില്ല, 29, 30, അത് 35 വയസ്സ് വരെയുള്ള 5 വയസ്സ് വരെ ബുദ്ധി വളർച്ചയില്ലാത്ത നിരവധി പേര് അവിടെയുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സന്ദർഭങ്ങളിൽ നാം അവരുമായി ചിലവഴിക്കണം. കാരണം അവിടെയുള്ള ഒരു അമ്മ പറഞ്ഞത്, പലപ്പോഴും പാവപ്പെട്ട കുടുംബങ്ങളിൽ മദ്യപാനിയായ അച്ഛൻ്റെ ഉപദ്രവം കാരണം മാനസികമായ സംഘർഷത്തിലൂടെയാണ് പലപ്പോഴും ഇത്തരം കുഞ്ഞുങ്ങൾ ജന്മമെടുക്കുന്നത്. അപ്പോൾ അവർക്കൊരു നല്ല ആഹാരം കൊടുക്കാൻ ഈ അമ്മയ്ക്ക് കഴിയില്ല, അച്ഛനെ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കാം. അങ്ങനെയുള്ള നിരവധി അമ്മമാരുണ്ട്. കുഞ്ഞുങ്ങളെ ഇത്രയും സമയം സ്കൂളിൽ ഇരുത്തുന്ന സമയത്താണ് അവർക്ക് അല്പസമയമെങ്കിലും വിശ്രമം കിട്ടുന്നത്. പലപ്പോഴും മുത്തശ്ശിമാരാണ് ജോലി ചെയ്ത് അവർക്കുള്ള സമ്പാദ്യം കൊണ്ട് വീട്ടിലേക്ക് എത്തുന്നത്. ഈ കുട്ടികൾക്കുള്ള നല്ല ഭക്ഷണം നമ്മൾ കൊടുക്കുമ്പോൾ അവരൊരു പക്ഷേ നമ്മെ ഉപദ്രവിച്ചേക്കാം. എങ്കിലും അത്തരം കുട്ടികളോട് കൂടി നാം അത്തരം മനുഷ്യരോടുകൂടി ഇടപഴകണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ നമ്മൾ ഇവർക്ക് വേണ്ടി മാറ്റിവെക്കണം. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, ജീവകാരുണ്യ പ്രവർത്തകരുണ്ട്, വിനയൻ ചേട്ടനൊക്കെ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. നമ്മളും അത്തരം ഒരു നന്മ പ്രവൃത്തിയുടെ ഭാഗമാകാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഈ പുരസ്കാരങ്ങളൊക്കെ തന്നെയും നമുക്ക് ശ്രേഷ്ഠമാകുന്നത് എന്നുള്ള എൻ്റെ ഒരു ചിന്താഗതിയാണിത്. ഇത് ഏവരും സ്വീകരിക്കും എന്ന വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷവേദി അലങ്കരിച്ചിരിക്കുന്ന BSSന്റെ ചെയർമാൻ ശ്രീ ബാലേന്ദ്ര സാർ, അഡ്മിൻ ഡയറക്ടർ ജയ മാഡം, സിന്ധു, മഞ്ജു, സർവോപരി എൻ്റെ മുന്നിലിരിക്കുന്ന അവാർഡ് ജേതാക്കളെ, നിങ്ങളിപ്പോൾ ഈ അവാർഡ് വാങ്ങി പോകണം, എത്രയും വേഗം വീട്ടിലെത്തണം എന്നുള്ള മുഹൂർത്തത്തിലാണ് ഇരിക്കുന്നത്, ആ സമയത്താണ് ഇരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഷൂട്ടിംഗ് നിർത്തിവെച്ച് വന്നിരിക്കുന്ന പ്രഗത്ഭരായ സംവിധായകർ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് ബിനു കരിമം ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് അറിയാവുന്ന ഒരുപാട് പേര് ഇതിൻ്റെ അകത്തുണ്ട്, പേര് എടുത്തു പറയുന്നില്ല. ഇനിയും ഇതുപോലുള്ള ശുഭമുഹൂർത്തങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത പുരസ്കാര സമർപ്പണമാണ്. പുരസ്കാരം സമർപ്പിക്കുന്നതിനും നിങ്ങളോട് സംസാരിക്കുന്നതിനുമായി ഭാരതീയ സമാജിൻ്റെ ദേശീയ ചെയർമാൻ BS ബാലചന്ദ്രൻ സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ബഹുമാനരെ, ഭാരതീയ സമാജത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൊന്നാണ് പ്രമുഖ വ്യക്തികളെ കണ്ടെത്തി ആദരിക്കുക എന്നുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ലഭിച്ച് സ്വാതന്ത്ര്യത്തിന് അമൃത മഹോത്സവം ആഘോഷിക്കുമ്പോൾ ഭാരതം ലോകത്തിന് മുന്നിലേക്ക് കുതിക്കുന്നു എന്ന ഒരു അഭിമാനകരമായ വർത്തമാനത്തിലാണ് നാം എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക ശക്തിയിൽ, സൈനിക ശക്തിയിൽ, ഭക്ഷ്യോൽപാദന രംഗത്ത്, മനുഷ്യവിഭവ ശക്തിയിൽ, ഇവയിലൊക്കെ ഭാരതം ലോകത്തിൽ മുന്നിലേക്ക് കുതിക്കുന്നു എന്ന സന്തോഷകരമായ വർത്തമാനമാണ് നാം കേൾക്കുന്നത്. ഇത് നമ്മിൽ ഉണ്ടാക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ചില ഇൻഡെക്സുകളിൽ നമ്മൾ പിന്നിലാണ്. പക്ഷെ പൊതുവായ വളർച്ചയിൽ ലോകം ഭാരതത്തെ ശ്രദ്ധിക്കുന്നു എന്ന നിലയിലേക്ക് ഭാരതത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞ 75 വർഷമായി സ്വതന്ത്ര ഭാരതത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു അഭിമാനകരമായ മുഹൂർത്തമാണ്. ഇതിങ്ങനെ ഈ നിലയിലേക്ക് നമ്മുടെ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് കേവലം ഒരു സംഘം ഭരണാധികാരികളോ രാഷ്ട്രീയക്കാരോ മാത്രമല്ല. നമ്മുടെ സമൂഹം രൂപപ്പെട്ടതിൽ നമ്മുടെ നാട്ടിലെ കലാകാരന്മാർ, പൊതുപ്രവർത്തകർ, സാഹിത്യകാരന്മാർ,
സമസ്ത മേഖലയിലും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ സംഭാവനകൾ വളരെ വലുതാണ്. അവരുടെ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായുള്ള ഇടപെടൽ കൊണ്ട് സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുവാൻ അവർ നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. ആ സംഭാവനയിലൂടെയാണ് നമ്മുടെ രാജ്യം ഇങ്ങനെ ലോകത്തിന് മുന്നിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരം വ്യക്തികൾ, ഇതിന് കാരണക്കാരായ വ്യക്തികളെ ആദരിക്കണം. രാഷ്ട്രം നേരിട്ട് ആദരിക്കുക ചുരുക്കം ചില ആളുകളെ മാത്രമാണ്. പക്ഷെ രാഷ്ട്രത്തിൽ ഒരു ദേശീയ വികസന ഏജൻസിയായി പാർലമെന്റ് തന്നെ രൂപീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഭാരതീയ സമാജ് ആ ദൗത്യം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. നമ്മുടെ രാജ്യത്തെ പ്രതിഭകളെ കണ്ടെത്തി ആദരിക്കുക, ഭാരത് സേവക് ബഹുമതി നൽകി ആദരിക്കുക, ദേശീയ ബഹുമതി നൽകി ആദരിക്കുക. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യവ്യാപകമായി ഭാരതീയ സമാജ് ഇത്തരത്തിൽ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ കണ്ടെത്തി ആദരിക്കുവാൻ തീരുമാനിച്ചത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതിനു മുമ്പ് ഇത്തരമൊരു സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കാരണം വ്യത്യസ്ത മേഖലകളിലുള്ള ആളുകൾ ഇവിടെ പങ്കെടുക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഡോക്ടർ രമണി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്ന് പുരസ്കാരം വാങ്ങുന്നു. എത്രയെത്ര കുഞ്ഞുങ്ങൾക്കാണ് അവർ ഈ ഭൂമുഖത്തേക്ക് സ്വാഗതം ഒരുക്കിയത്, ഇല്ലേ? ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുന്ന ഇൻഫെർട്ടിലിറ്റി എന്നത് ഒരു ചർച്ചാ വിഷയമാണ്. ആശുപത്രികളിൽ അത് വരുമാനദായക പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഒരു വലിയ ഗൈനക്കോളജിസ്റ്റായി ഡോക്ടർ രമണി ഇടപെട്ടിരിക്കുന്നത്. എല്ലാ വിഭാഗം ആളുകളുടെ ഇടയിലേക്കും, കുടില് മുതൽ കൊട്ടാരം വരെ എന്നത് പറയും പോലെ ആദിവാസി മുതൽ എല്ലാ വിഭാഗം ജനങ്ങളുടെ ഇടയിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് ആതുരസേവ നടത്തുവാൻ കഴിഞ്ഞ മഹത്തായ വ്യക്തിത്വത്തിൻ്റെ ഉടമ ഡോക്ടർ രമണി. ഇവിടെ ശ്രീമതി അനിത ഇരിപ്പുണ്ട്. ഞാൻ അനിത എനിക്ക് നേരിട്ട് അറിയുന്ന ആളാണ്. അനിതയുടെ രാഷ്ട്രീയം, തദ്ദേശ ഭരണകൂടത്തിൽ വഹിച്ചിട്ടുള്ള അധികാര സ്ഥാനങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ മാത്രമേ ഇവിടെ സംസാരിച്ചുള്ളൂ. പക്ഷേ ഞാൻ കഴിഞ്ഞ 4 നൂറ്റാണ്ടായി കാണുന്നതാണ്. അനിത ഏതാണ്ട് 10-20,000-ഓളം ആളുകൾക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ച ആളാണ്. ഇരുചക്രവാഹനവും കാറും ഓടിക്കാൻ പഠിപ്പിച്ച ആളാണ്. അക്ഷീണമായി പണിയെടുത്തുകൊണ്ട്, അക്ഷീണമായി പ്രവർത്തിച്ചുകൊണ്ടാണ് ഒരു സ്ഥാപനം ബിൽഡപ്പ് ചെയ്തത്. എത്രയെത്ര സംരംഭകർ, എത്രയെത്ര കലാകാരന്മാർ, എത്രയെത്ര സേവകർ ഇവിടെ ഇരിക്കുന്നു. സ്വയം സന്നദ്ധമായി സേവന പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന വ്യക്തിത്വങ്ങൾ ഇവിടെ എത്രയെത്ര പേരാണ് ഇരിക്കുന്നത്. ഓരോരുത്തരുടെയും പ്രവർത്തന പശ്ചാത്തലം കേൾക്കുമ്പോൾ നാം അറിയാതെ നാം അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു പോകും. ആ നിലയിലുള്ള മഹത് വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അത്തരം വ്യക്തികൾക്ക് ഭാരതീയ സമാജ് ദേശീയ ബഹുമതിയായ ഭാരത് സേവക് ഉപഹാരം നൽകി ആദരിക്കുവാൻ ഏറെ സന്തോഷമാണുള്ളത്. ഞാൻ സംസാരിച്ചപ്പോൾ ഡോക്ടർ രമണിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്ന് ഒരു വാക്ക് പ്രയോഗിച്ചു. കഴിഞ്ഞ ദിവസം ഇവിടെ
കെ വേണു വന്നിരുന്നു. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും കെ വേണു, പഴയ നക്സലൈറ്റ് നേതാവ്. കേട്ടിട്ടുണ്ടോ കെ വേണുവിനെ? കെ വേണു പ്രപഞ്ചവും മനുഷ്യനും എന്ന പുസ്തകം എഴുതി 22ാമത്തെ വയസ്സിൽ കേരളത്തെയും ഭാരതത്തെയും ഞെട്ടിച്ച വ്യക്തിയാണ് കെ വേണു. കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റൈഫിൾ പിടിച്ചെടുത്തതിൻ്റെ പേരിൽ, നക്സലൈറ്റുകൾക്ക് നേതൃത്വം കൊടുത്തതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ 7 വർഷക്കാലം തടവിലാക്കപ്പെട്ട കെ വേണു ഇവിടെ വന്നിരുന്നു. അദ്ദേഹവുമായി ഒരു അഭിമുഖമുണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം നടത്തിയിട്ടുള്ള ആക്ഷൻ പ്രോഗ്രാംസും മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. MSc ബിരുദധാരിയാണ് അദ്ദേഹം. ഫിസിക്സും കെമിസ്ട്രിയുമാണ് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലൈസേഷൻ. ഇപ്പോൾ അദ്ദേഹം ജൈവശാസ്ത്രപരമായ കാര്യങ്ങളിലാണ് കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു പല വിഷയങ്ങളും അന്ധവിശ്വാസങ്ങൾ അധിഷ്ഠിതമായാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചിലർ ചോദിച്ചു, സാറിന് ദൈവവിശ്വാസമുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ സാറിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ നടത്തിയിട്ടുള്ള ഉറുബും കുഞ്ഞണ്ണു മാഷൊക്കെ സാറിന് ഒരു ആത്മീയതയുടെ അടിത്തറയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് അവരുടെ വിലയിരുത്തലാണ്, പക്ഷെ എനിക്കതില്ല എന്ന് പറഞ്ഞു, ദൈവമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സ്വകാര്യമായി ചോദിച്ചു, ദൈവത്തിൻ്റെ രൂപം എന്താണെന്ന് അറിയുമോ? അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് കുറേ സമയം നോക്കിയിരുന്നു. അപ്പോൾ എനിക്ക് പറയാൻ തോന്നി, ദൈവത്തിൻ്റെ രൂപം അറിവാണ്. അറിവിന് രൂപമില്ല. നാം അറിവിനെയാണ് ആരാധിക്കുന്നത്. അറിവിനെ നാം വിഗ്രഹമായും വിഗ്രഹമില്ലാതെയും പല രൂപത്തിലും പല ചിഹ്നങ്ങളിലും ഒക്കെ നാം ആരാധിക്കാറുണ്ട്. പക്ഷെ നാം ആരാധിക്കുന്നത് അറിവിനെയാണ്. അറിവിനെ അറിയുവാനുള്ള ദൗത്യമാണ് ഈശ്വരാന്വേഷണം എന്ന് പറയുന്ന അറിവ്. ഇത് പറയുമ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അത് ആദ്യമായി പുള്ളിയോട് അങ്ങനെ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാകുന്നത് ഒരു പുതിയൊരു അനുഭവമായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നത്, അറിവ് ഇവിടെ എല്ലാവരും പങ്കുവച്ചത് അവരവരുടെ അറിവിൻ്റെ അനുഭവ സമ്പത്തിനെ കുറിച്ചാണ്. ഇവിടെ എല്ലാവരുടെയും പ്രവർത്തന മേഖലയെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടത്. ആ അറിവിന് മുന്നിൽ ഭാരതീയ സമാജം നമിക്കുന്നു. കാരണം അറിവിനോളം വിലപ്പെട്ടതായി മറ്റൊന്നില്ല എന്നുള്ള തിരിച്ചറിവ്. അറിവ് തന്നെയാണ് മഹത്തായ കാര്യം. അറിവിനെ ആരാധിക്കുവാനും അറിവിനെ ബഹുമാനിക്കുവാനും തയ്യാറായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ സമാജ് ഈ വിധത്തിൽ പ്രതിഭകളെ, പ്രഗത്ഭരെ കണ്ടെത്തി ഭാരത് സേവക് ബഹുമതി നൽകി ആദരിക്കുവാൻ തീരുമാനിച്ചു. നിങ്ങളെ ഓരോരുത്തരെയും ആദരിക്കുമ്പോൾ ഭാരതീയ സമാജമാണ് കൂടുതൽ ബഹുമാനിതമായി മാറുന്നത്. നിങ്ങളെവരും ഈ അങ്കണത്തിലേക്ക് വരികയും ഭാരതീയ സമാജത്തിൻ്റെ ബഹുമതി ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഭാരതീയ സമാജത്തിന് എന്തെന്നില്ലാത്ത സന്തോഷമാണുള്ളത്. ആ സന്തോഷം നമുക്ക് പരസ്പരം പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ ഉപഹാര സമർപ്പണം ആരംഭിക്കാം. നമസ്കാരം. ആദ്യമായി ശ്രീ ശാർങ്ങധരൻ KR. ഡോക്ടർ PN രമണി, നരിയാപുരം വേണുഗോപാൽ, ശ്രീ G കൃഷ്ണൻ നായർ,
ശ്രീ മനോജ് ശ്രീലകം, ശ്രീമതി കലാമണ്ഡലം സുജാത, ശ്രീ ജോസ് അൽഫോൺസ്, ശ്രീ രാജു യേശുദാസ്, ശ്രീ ഷിജു SP നല്ലില, ശ്രീമതി പ്രസന്ന പ്രകാശ്, ശ്രീമതി റാണി ടോമി, ശാസ്താംകോട്ട അജയകുമാർ, അടുത്ത ശ്രീ കാർത്തിക് S നായർ, ശ്രീ ശ്യാം T മാത്യു, ശ്രീ സുനു ഇഞ്ചക്കലേറ്റ്, ശ്രീ സുനിൽ കുമാർ, ശ്രീ കാട്ടാമ്പള്ളി നിഷ്കളൻ, ശ്രീ ശ്യാം SA, ശ്രീ TS ഹരിറാം, ശ്രീ സജു ചാക്കോ, ശ്രീമതി യാസ്മിൻ സുലൈമാൻ, ശ്രീമതി ഷിയ ഏഞ്ചൽ, ശ്രീമതി സൂര്യ രാജൻ, ശ്രീമതി ഹാജിറ BV MA, ശ്രീ പ്രകാശ് നങ്ങാദ്, മാസ്റ്റർ അഭിഷേക് ഹരി, കുമാരി മിത്ര പ്രതീഷ്, കുമാരി സിംന നജീബ്, ശ്രീ സാജൻ കലിശ്ശേരി, ശ്രീ കൃഷ്ണകുമാർ TJ, ശ്രീ ജോജോ കായംകുളം, ശ്രീമതി സരോജ മോഹൻ, ശ്രീമതി പ്രിയ സുനിൽകുമാർ, ശ്രീമതി സീന രവി, ശ്രീമതി പുഷ്പം ചുള്ളിമാനൂർ, ശ്രീ ആസാദ് ആശീർവാദ്, ശ്രീ മണി കാവശ്ശേരി, അഡ്വക്കേറ്റ് BVK, ശ്രീ GR കൃഷ്ണ, ശ്രീമതി ശോഭന തിരുമല, ശ്രീമതി ശ്രുതി പ്രേം, ശ്രീമതി ജിൻസി MJ, ശ്രീ മധു പ്രദീപ് M, ശ്രീമതി ജ്യോതി വിശ്വനാഥൻ, ശ്രീ ബിനു കരുവം,
ശ്രീ വിശാഖ് കരിമുളയ്ക്കൽ, ശ്രീ അനിൽകുമാർ ആർ, ശ്രീമതി അനിത എസ്, ശ്രീമതി ജെസ്സി ജോയ്സൺ, ശ്രീമതി ദിനശ്രീ സുജിതൻ, അഡ്വക്കേറ്റ് ശ്രീജ, ശ്രീമതി സൂര്യകുമാരി, ശ്രീമതി ശാലിനി ശാലു, ശ്രീ രാമകൃഷ്ണൻ മൂലങ്കോട്, വളരെ ആദരണീയനായ ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ അവർകൾ, BSSൻ്റെ ഡയറക്ടർ ജനറൽ ശ്രീമതി ജയ ശ്രീകുമാർ, BSSൻ്റെ ക്ഷണപ്രകാരം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, ഭാരത് സേവക് സമാജിൻ്റെ ഏറ്റവും അഭിമാനം ഉള്ള നിമിഷങ്ങൾ കടന്നു പോയി കഴിഞ്ഞു. BSS നൽകി വരുന്ന ഈ ആദരവ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും മൂല്യങ്ങളെ പറ്റിയും ഇവിടെ ആദരണീയനായ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ ഉൾപ്പെടെ എല്ലാവരും പ്രസംഗിച്ചു കഴിഞ്ഞു. ദേശീയ വികസനത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് രാജ്യത്തെ സത്യസന്ധരും ആത്മാർപ്പണ ബോധത്തോടെയും സമൂഹത്തിന് വേണ്ടി വ്യത്യസ്ത മേഖലകളിൽ സമസ്ത മേഖലകളിലും പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾ വഴി ഉണ്ടാകുന്ന ക്ഷേമ ഐശ്വര്യങ്ങൾക്കും സമൂഹത്തിന് വരുത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസനത്തിനോടൊപ്പം സാമൂഹ്യ നന്മയ്ക്കും വഴിതെളിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഡോക്ടർ BS ബാലചന്ദ്രൻ അവർകൾ നേതൃത്വം നൽകുന്ന സെൻട്രൽ ഭാരത് സേവക് സമാജ് ന്യൂഡൽഹിയുടെ ദേശീയ വികസനത്തെ ആസ്പദമാക്കിക്കൊണ്ട് നൽകി വരുന്ന ഈ പുരസ്കാര ചടങ്ങ് ഇവിടെ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇന്നത്തെ ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ആദ്യമായി BSSൻ്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ അവർക്ക് BSSൻ്റെ പേരിൽ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. BSSൻ്റെ ഡയറക്ടർ ജനറൽ ശ്രീമതി ജയ ശ്രീകുമാറിന് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. BSSൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആദരവ് സ്വീകരിച്ച എല്ലാ വ്യക്തിത്വങ്ങൾക്കും BSSൻ്റെ പേരിൽ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ മറ്റു സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ദേശീയ ഗാനം. जन गण मंगलदायक जय हे भारत भाग्य